السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. بيان الصفات الواجبة لله تعالى. ഇതുവരെ അള്ളാഹുവിനെ സംബന്ധിച്ച് അഥവാ അഖീദയുമായി ബന്ധപ്പെട്ട ആമുഖമാണ് പറഞ്ഞത്. ഇനി അള്ളാഹുവിന്റെ സിഫാത്തുകളെ വിവരിക്കാൻ തുടങ്ങാൻ. ഫഅലം ബി അന്നൽ വസ്ഫ ബിൽ വജൂദി മിൻ വാജിബാത്തിൽ വാഹിദിൽ മഅബൂദി. ഇങ്ങനെ തുടങ്ങുന്നത്. ഫഅലം, നീ മനസ്സിലാക്കിക്കൊള്ളണം, ബി അന്നൽ വസ്ഫ ബിൽ വുജൂദ്. വസ്ഫ് എന്ന് പറഞ്ഞാൽ സിഫത്ത് എന്നർത്ഥം. വുജൂദ് എന്ന സിഫത്ത് കൊണ്ട് മുത്തസിഫാവുക എന്നത് മിൻ വാജിബാത്തിൽ വാഹിദി, ഏകനായ റബ്ബിന് വാജിബായ സിഫത്തുകളിൽപ്പെട്ടതാണ്. ഏത് വാഹിദായ റബ്ബ്? അൽ മഅബൂദ്, ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹതപ്പെട്ട ഖാലിഖും മാലിക്കുമായ ഒരുവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വാജിബായ സിഫത്തുകളിൽപ്പെട്ട ഒന്നാമത്തെ സിഫത്ത് അൽ വുജൂദ് എന്നതാണ്. ഈ സിഫത്തുകളെ നാലായാണ് സാധാരണ ഉലമാക്കന്മാര് തരംതിരിക്കാറ്. ഇവിടെ മുസന്നിഫ് തങ്ങൾ മൂന്നായിട്ടാണ് തരംതിരിച്ചത്. അതായത് നാലാമത്തെ ഇനം ഹഖീഖത്തൻ സിഫത്ത് അല്ല എന്ന അഭിപ്രായമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദ് ദിർദീർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ. അതായത് ഒന്ന് നഫ്സിയായ സിഫത്ത്, അതെല്ലാവരും അങ്ങനെ തന്നെ പറയാം. ഒന്നാമത്തെ സിഫത്ത് നഫ്സിയായ സിഫത്ത്. രണ്ടാമത് തുടർന്ന് വരുന്ന 5 സിഫത്തുകൾ സൽബിയായ സിഫത്ത്. തുടർന്ന് വരുന്ന 7 സിഫത്തുകൾക്ക് മഅനിയായ സിഫത്തുകൾ എന്ന് പറയും. അപ്പൊ നഫ്സിയ്, സൽബിയ്, മഅനി. നാലാമത്തത് മാനവിയ് എന്നാണ് പറയാം 7 സിഫത്തുകൾക്ക്. പക്ഷേ അത് മുസന്നിഫ് തങ്ങള് ഹഖീഖിയായ സിഫത്തുകളുടെ കൂട്ടത്തിൽ എണ്ണിയിട്ടില്ല. അതുകൊണ്ട് സാധാരണ ഉലമാക്കള് 20 സിഫത്തുകളാ വാജിബുണ്ട്. നമുക്കൊക്കെ അറിയാമല്ലോ, നമ്മളൊക്കെ ചെറുപ്പം മുതലേ എണ്ണി പഠിച്ചു പോകുന്നത് 20 വാജിബായ സിഫത്തുകളും അതിന്റെ നേരെ വിപരീതങ്ങളാവുന്ന 20 മുസ്തഹീലായ സിഫത്തുകളും എന്നതാണ്. എന്നാൽ മുസന്നിഫ് തങ്ങളുടെ വീക്ഷണത്തിൽ അവസാനം പറയുന്ന മാനവിയായ സിഫത്തുകൾ ഹഖീഖിയായ സിഫത്ത് അല്ല. മറിച്ച് ഒരാൾക്ക് ഖുദ്റത്തുണ്ട്, അവൻ സർവശക്തനാണെങ്കിൽ പിന്നെ അവൻ ഖാദിർ എന്നുള്ളത് പറയുമല്ലോ, അതിന് പ്രത്യേക സിഫത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ മാനിയായ സിഫത്തുകൾക്ക് ലാസിമാവുന്നതാണ്. ആ ലാസിമായ സിഫത്ത് പ്രത്യേകം എണ്ണേണ്ടതില്ല. അപ്പോ 13 എത്ര? 26 സിഫത്തുകളെ എണ്ണുന്നു, 40 സിഫത്തുകളല്ല. അതൊരു കുഴപ്പമായിട്ട് എണ്ണേണ്ടതില്ല. നിഷേധിച്ചുകൊണ്ടല്ല. മാനവിയായ സിഫത്ത് ഖാദിർ, മുരീദ്, ആലിമ്, ഹയ്യ്, സമീഅ്, ബസീർ, മുതകല്ലിം, ഇത് മാനവിയായ സിഫത്ത്. അത് പ്രത്യേകം സിഫത്തായിട്ട് എണ്ണേണ്ട ആവശ്യമില്ല. ഖുദ്റത്ത്, ഇറാദത്ത്, ഇൽമ്, ഹയാത്ത്, സമഅ്, ബസർ, കലാം എന്നീ സിഫത്തുകൾ ഒരാൾ മുത്തസിഫാണെങ്കിൽ പിന്നെ അത് ലാസിമല്ലേ. ഖുദ്റത്തുള്ളവന് ഖാദിറാകുക എന്ന് പറയുന്നത് ലാസിമാണ്. ഇൽമുള്ളവൻ ആലിമാകുക എന്ന് പറയുന്നത് ലാസിമാണ്. അത് പിന്നെ പ്രത്യേകിച്ച് ഒരു സിഫത്തായിട്ട് എണ്ണേണ്ട ആവശ്യമില്ല എന്നുള്ള കാഴ്ചപ്പാടാണ് മുസന്നിഫ് തങ്ങൾക്ക്. കൂട്ടത്തിൽ ഒരു കാര്യം നമ്മൾ മുഖദ്ദിമയായി മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വാജിബായ സിഫത്തുകൾ എത്ര എന്ന് നമുക്കാർക്കും അറിയില്ല. ഖുർആനിലോ സുന്നത്തിലോ എവിടെയും ഇത്ര സിഫത്താണ് അള്ളാഹുവിന് വാജിബ് എന്ന് പറഞ്ഞിട്ടില്ല. അതായത് ഇജ്മാലിയായ സിഫത്തുകൾ എണ്ണം കൂടാതെ വിശ്വസിക്കലാണ് വുജൂബ്. നമ്മളൊക്കെ പഠിക്കേണ്ട വിഷയമാണ്. അതായത് അല്ലാഹു തആലക്ക് കമാലിയത്തിന്റെ സിഫത്തുകൾ എല്ലാം മുത്തസിഫാണ്. കമാലിയത്തിന്റെ സിഫത്തുകളായിട്ട് എന്തൊക്കെയുണ്ടോ ആ സിഫത്തുകളെ കൊണ്ടെല്ലാം അല്ലാഹു തആല മുത്തസിഫാണ് എന്ന് വിശ്വസിക്കലും, നഖ്സ് ഐബുകളുടെ സിഫത്തായിട്ട് എന്തൊക്കെ ഉണ്ടോ അതിനെ തൊട്ടൊക്കെ അല്ലാഹു തആല പരിശുദ്ധനാണ് എന്ന് വിശ്വസിക്കലും ഓരോ മുഅ്മിന്റെ മേലും കടമയാണ്. അതിന് മുജ്മലായ ഈമാൻ എന്നാണ് പറയാ. എന്ന് പറഞ്ഞാൽ കമാലിയത്താവുന്ന എല്ലാ കമാലിയത്തും അല്ലാഹു തആല കൊണ്ട് ഒരു കമാലിയത്തിന്റെ കുറവുമില്ല. അത് എത്രയെന്ന് എണ്ണം നമുക്കറിയില്ല. കമാലിയത്തായ സിഫത്തുകൾ എന്തൊക്കെയുണ്ടോ അതുകൊണ്ടെല്ലാം അല്ലാഹു തആല മുത്തസിഫ. അതിന് നേരെ ഇത് നഖ്സ് ഐബുകളുടെ സിഫത്ത് എന്തൊക്കെയുണ്ടോ അതിനെ തൊട്ടൊക്കെ അല്ലാഹു മുഖദ്ദസാണ്. ഇവിടെ രണ്ടോടത്തിലും എണ്ണമില്ല, അത് മുജ്മല. പിന്നെ സാധാരണ നമ്മൾ എണ്ണല് 20 സിഫത്തുകൾ.
വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ആ 20 സിഫത്തുകൾ ഇപ്പൊ മുസ്ലിം പണ്ടുന്നതനുസരിച്ച് വ്യക്തമായ 13 സിഫത്തുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അത് വേർതിരിച്ച് വ്യക്തമായി പഠിച്ച് വിശ്വസിക്കൽ നമ്മുടെ മേൽ വുജൂബാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് ആവുന്ന 20 സിഫത്തുകൾ നഖ്സ് ഐബുകളാണ്. അതിന് തൊട്ട് അള്ളാഹു തആല മുഖദ്ദസാണ്, അഥവാ ആ സിഫത്തുകൾ അള്ളാഹു തആലക്ക് മുഹാലാണ്. മുസ്ലിം വേണ്ടിയത് പ്രകാരം 13 സിഫത്തുകൾ, ഈ 13ന് നേരെ ഓപ്പോസിറ്റ് ആയി വരുന്ന 13 സിഫത്തുകൾ നഖ്സ് ഐബിന്റെ സിഫത്താണ്. അതിന് തൊട്ട് അള്ളാഹു തആല മുഖദ്ദസാണ്. അപ്പൊ തെളിവ് കൊണ്ട് വിശദമായി അറിയപ്പെട്ടത് വിശദമായി തന്നെ വിശ്വസിക്കണം. വിശദമായ തെളിവിലൂടെ അറിയപ്പെടാത്തത് മുജ്മലായിട്ട് വിശ്വസിക്കണം. എല്ലാ കമാലിയത്ത് കൊണ്ടും അള്ളാഹു തആല മുത്തസിഫാണ്, എല്ലാ നഖ്സിനെ തൊട്ടും അള്ളാഹു മുഖദ്ദസാണ്. അപ്പൊ തഫ്സീലിയായ ഈമാന്, മുജ്മലായ ഈമാൻ. മുജ്മലായ ഈമാൻ എല്ലാവർക്കും ഫർളായിന, എല്ലാം തികഞ്ഞ സമ്പൂർണനാവുന്നു അള്ളാഹു തആല. സമ്പൂർണ്ണയുടെ ഗുണങ്ങൾ എന്തൊക്കെയുണ്ടോ അതുകൊണ്ടൊക്കെ അള്ളാഹു തആല മുത്തസിഫാണ് എന്ന് വിശ്വസിക്കുക. നഖ്സ് ഐബുകളായിട്ട് എന്തുണ്ടോ അതിന് തൊട്ടൊക്കെ അള്ളാഹു തആല പരിശുദ്ധമാക്കപ്പെട്ടവനാണ്. ഒരു തരത്തിലുള്ള നഖ്സും ഐബും കൊണ്ട് മുത്തസിഫ അല്ല, ആകാൻ പാടില്ലാത്തവനാണ്. എന്നിട്ട് 20 കമാലിയത്തിന്റെ സ്വത്ത് കൊണ്ട് മുത്തസിഫാണ് തഫ്സീലിയായിട്ട് അറിയുന്നതുകൊണ്ട് തഫ്സീലിയായിട്ട് വിശ്വസിക്കുക. 20 മുസ്തഹീലായ സിഫത്തുകൾ അള്ളാഹു തആല നഖ്സിന്റെ സിഫത്തുകളായതുകൊണ്ട് അതിനാണ് തൊട്ട് അള്ളാഹു തആല മുഖദ്ദസാണെന്ന് വിശ്വസിക്കുക. അപ്പൊ തഫ്സീലിയായിട്ട് അറിഞ്ഞ 13 അല്ലെങ്കിൽ 20 അത് തഫ്സീലിയായിട്ട് വിശ്വസിക്കുക. എണ്ണല്ലാത്ത കമാലിയത്തിന്റെ എല്ലാ സിഫത്തുകളെ കൊണ്ട് മുത്തസിഫാണ് എന്ന് മുജ്മലായിട്ടും വിശ്വസിക്കുക. അങ്ങനെ ഇതാലിംത, നീ മനസ്സിലാക്കി കഴിയുമ്പോൾ, അന്നഹു യജിബു അലാ കുല്ലി മുക്കല്ലഫിൻ, ഓരോ മുക്കല്ലഫായ മനുഷ്യനും വുജൂബാണ് അൻ യഅരിഫ, ആ മുക്കല്ലഫ് അറിഞ്ഞിരിക്കൽ. നേരത്തെ പറഞ്ഞില്ലേ, തെളിവ് സഹിതം വസ്തുനിഷ്ഠമായി ബോധ്യപ്പെട്ടിരിക്കുക. എന്തിന്? മാ യജിബു, അള്ളാഹു തആലാക്ക് വുജൂബായ സിഫത്തുകളും, വമാ യസ്തഹീലു, അള്ളാഹു തആലാക്ക് മുഹാലായ സിഫത്തുകളും, വമാ യജൂസു, ജായിസാകും സിഫത്തും ലില്ലാഹി തആല. ഇത് ഓരോ മുക്കല്ലഫനും വുജൂബാണ്. അതിനുള്ള മാർഗം എങ്ങനെ? വഅലിംത, നേരത്തെ മുഖദ്ദിമയിൽ നിന്നിട്ട് നീ മനസ്സിലാക്കി, അത്വരീഖൽ മൂസില ഇലൽ മഅരിഫ, ഈ പറയുന്ന 41 സിഫത്തുകൾ അല്ലെങ്കിൽ 13 27 സിഫത്തുകൾ വുജൂബാണ് എന്നതിന് എങ്ങനെ മനസ്സിലാക്കും? ഈ ആലത്തിലൂടെ, ആലമിന്റെ തഗയ്യുറിലൂടെ മനസ്സിലാക്കുക. അതിന്റെ തെളിവൊക്കെ നമ്മൾ പറഞ്ഞു. ഫഅലം, നീ മനസ്സിലാക്കിക്കൊള്ളുക, ബി അന്നൽ വസ്ഫ, വസ്ഫ് ഐ ഇത്തിസാഫുഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്ഫുടയനാകൽ, ബിസിഫത്തിൽ വുജൂദ്, വുജൂദ് എന്ന സിഫത്ത് കൊണ്ട് അല്ലാഹു തആല മുത്തസിഫാകൽ. ഇവിടെ വുജൂദ് എന്നാ മുസന്നിഫ് പറഞ്ഞതെങ്കിലും ബിൽ വസ്ഫി ബിൽ വുജൂദ് എന്നാണല്ലോ പറഞ്ഞത്. അതിന് മുസന്നിഫിനെ ശറഹ് ചെയ്തപ്പം ബിസിഫത്തിൽ വുജൂദ് എന്നാ, ബി അന്നൽ വസ്ഫ എന്നോർത്ത വസ്ഫ് എന്ന സ്ഥാനത്ത് സിഫത്ത് എന്നാ കൊടുത്തത്. ബിൽ വസ്ഫി അസ്സിഫത്ത്, ബി അന്നൽ വസ്ഫ ബിൽ വുജൂദ് എന്നാ വുജൂദ് എന്ന സിഫത്ത് കൊണ്ട് മുത്തസിഫാകൽ എന്നർത്ഥം. വൽ ബാഉലി തസ്ബീർ, ബി അന്ന എന്നതിന്റെ സൂറത്ത് പറയാം, നീ മനസ്സിലാക്കിക്കോ. എങ്ങനെ സൂറത്ത്? ആയി തഫ്സീർ. ബി അന്ന സിഫത്തൽ മുസ്തഫസ്സറത ബിൽ വുജൂദ്, വുജൂദ് എന്നത് കൊണ്ട് വിശദീകരിക്കപ്പെടുന്ന സിഫത്താവുന്നത് മിൻ വാജിബാത്തിൽ വാഹിദിൽ മഅബൂദ്, ഇബാദത്ത് ചെയ്യപ്പെടാൻ ഇസ്തിഹ്ഖാഖുള്ള ഒരുവനായ അള്ളാഹുവിന് അനിവാര്യമായ സിഫത്തുകളിൽപ്പെട്ടതാണ്. അത് മിൻ വാജിബാത്ത് തന്നെ, മിൻ തബീദില്ല, അതാണ്. ഐ ബഅദി സിഫാത്തിൽ വാജിബത്തി ലഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് വാജിബായ സിഫത്തുകളിൽപ്പെട്ട ഒരു സിഫത്താണ് വുജൂദ് എന്ന സിഫത്ത് കൊണ്ട് അല്ലാഹു തആല മുത്തസിഫാവുക എന്ന്. അതിൽപ്പെട്ട ബാളാണെന്ന് പറയാൻ കാരണം എന്താ? ഇതിൽ വാജിബാത്തു ലഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പരിശുദ്ധതാത്തിന് വാജിബായ സിഫത്തുകൾ മൊത്തം നോക്കിയാൽ കസീറത്തുൻ, ധാരാളമുണ്ട് എന്ന് മാത്രമല്ല, ലാ തതനാഹ, അതിന് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. ലാ തൻഹസിറു എന്നാ പറഞ്ഞു. അത് ക്ലിപ്തപ്പെടുത്തി ഇത്രയെന്ന് പറയാൻ കഴിയൂല. എന്തില്? ഫീമാ ദുഖിറ ഹുന, ഇവിടെ 13 പറയുന്നത്.
ഈ 13 സിഫ്തേ അള്ളാഹു തആലക്ക് വാജിബായ സിഫ്തുള്ളൂ എന്ന് പറയണ്ട. ഈ 13 സിഫ്തുകൾ അള്ളാഹു തആലക്ക് വാജിബാണ്, അത്രേ ഉള്ളൂ എന്ന് ഹസർ ചെയ്യണ്ട. അതിന് തെളിവില്ല. എന്തുകൊണ്ട്? ലിഅന്ന സിഫാത്തഹു തആല, അള്ളാഹു തആലാന്റെ സിഫത്ത്, ഏത് സിഫത്ത്? അൽ കമാലിയ, അള്ളാഹുവിന്റെ സമ്പൂർണതയുടെ മേൽ അറിയിക്കുന്ന കമാലിയത്തിന്റെ സിഫത്തുകളാവുന്നത് ലാ തതനാഹ, അതിന് അറ്റവും അവസാനവും ഇല്ല. ഇത്ര സിഫത്തേ അല്ലാഹു തആലക്ക് കമാലിയത്തിന്റെ സിഫത്തുള്ളൂ എന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല. കാരണം ഇതിൽ വാജിബാത്തു ലഹു തആല, അല്ലാഹു തആലക്ക് വാജിബായ സിഫത്തുകൾ കസീറത്തുൻ, അത് ധാരാളമുണ്ട്. ലാ തതനാഹയാണ്. ലഅന്ന സിഫാത്തുഹു തആല അൽ കമാലിയ ലാ തതനാഹ, അതിന് അവസാനമില്ല. പക്ഷേ ഇല്ല അന്നഹു ലാ യജിബു അലൈനാ, മുഅ്മിനീങ്ങളായ നമ്മൾക്ക് നിർബന്ധമില്ല തഫ്സീലു മാലം യഖും അലൈഹി ദലീലു ബിൽ ഖുസൂസ്, പ്രത്യേകം തെളിവുകൾ സ്ഥിരപ്പെടാത്തത് തഫ്സീലായി വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് ദലീൽ കൊണ്ട് പ്രത്യേകം സിഫത്ത് സുബൂത്തായതോ അത് തഫ്സീലിയായി എന്ന് വിശ്വസിക്കുകയും വേണം. ബലിൽ വാജിബു, ഓരോ മുഅ്മിന്റെ മേലും കടമ, അന്നഅതഖിദ, നമ്മൾ ഓരോരുത്തരും ദൃഢമായി വിശ്വസിക്കണം, അന്ന കമാലാത്തിഹി തആല, അല്ലാഹു തആലാന്റെ കമാലിയത്തുകള് ലാ തതനാഹ അലൽ ഇജ്മാൽ, മൊത്തത്തിൽ ഇത്ര എന്ന് ക്ലിപ്തമാവുകയില്ല. അപ്പൊ അതിൽ എല്ലാ കമാലിയത്തുകളെ കൊണ്ട് മുത്തസിഫാണെന്ന് വിശ്വസിച്ചാൽ മതി, ഇത്ര എണ്ണം എന്ന് പറയേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് ദലീലു ബിഖുസൂസിഹി, പ്രത്യേകം തെളിവ് കൊണ്ട് സ്ഥിരപ്പെട്ട കമാലിയത്തിന്റെ സിഫത്തുകൾ ഫയജിബു ഇഅ്തിഖാദുഹു തഫ്സീലൻ, ആ സിഫത്തുകൾ തഫ്സീലിയായിട്ട് തന്നെ വിശ്വസിക്കൽ വുജൂബാവും. അങ്ങനെ തഫ്സീലായിട്ട് വന്ന 13 സിഫ്താണ് അല്ലാഹു തആലക്ക് തഫ്സീലിയായിട്ട് വാജിബായ സിഫത്ത്. അപ്പൊ ഈ 13 സിഫത്തുകളെ കൊണ്ട് അല്ലാഹു തആല മുത്തസിഫാണ് എന്നത് വിശദമായ തെളിവുകളിലൂടെ സ്ഥിരപ്പെട്ടതാണ്. അങ്ങനെ വരുമ്പോ അതിന്റെ നേരെ വിപരീതോ അതിന്റെ നേരെ ഇതുകളാവുന്ന 13 സിഫത്തുകൾ അല്ലാഹു തആലക്ക് മുസ്തഹീലാണ് എന്നത് തഫ്സീലിയായിട്ട് സ്ഥിരപ്പെട്ടതാണ്. വിശദമായ തെളിവുകളിലൂടെ അല്ലാഹു തആലക്ക് മുഹാലായ സിഫത്തുകൾ 13, വാജിബായ സിഫത്തുകൾ 13. ഇത് ഞാൻ എന്റെ അഭിപ്രായം പറയല്ല, ബിനാഅൻ അലാ മദ്ഹബിൽ അശ്അരി, ഇമാം അശ്അരി റഹിമഹുല്ലാഹ് തങ്ങളുടെ മദ്ഹബിൽ എടുത്തിട്ടാണ് ഈ 13 എന്ന് പറഞ്ഞത്. വൽ മുഹഖിഖീന, മദ്ഹബ് അശ്അരി മാത്രമല്ല, ഈ അശ്അരി മദ്ഹബിലെ മുഹഖിഖീങ്ങളായ അയിമ്മത്തിന്റെയും പക്ഷം 13 എന്നാണ്. എന്താണ് അശ്അരി ഇമാമിന്റെയും മുഹഖിഖീങ്ങളുടെയും മദ്ഹബ്? മിൻ അന്നൽ മാനവിയത, ഈ മാനിയായ സിഫത്തുകളെ തുടർന്ന് വരുന്ന 7 മാനവിയായ സിഫത്തുകൾ ലൈസത്ത് ബിസിഫാത്തിൻ സായിദത്തിൻ അലൽ മാനി, മാനിയായ 7 സിഫത്തുകൾ തന്നെ ഉള്ളൂ, അതിനേക്കാൾ കൂടുതലായിട്ട് മറ്റൊരു 7 കൂടി എന്നല്ല. എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഖുദ്റത്ത് എന്ന സിഫത്തുള്ളവനാണ് എന്ന് വരുമ്പോ അല്ലാഹു തആല ഖാദിറാണ് എന്നതൊരു ഏറെ സിഫത്തല്ല, ഈ ഖുദ്റത്ത് എന്നതിന് ലാസിമാവുന്നതാണ്. അങ്ങനെ നോക്കുമ്പോ മാനിയായ 7 സിഫത്തുകളെ ഹഖീഖിയായ സിഫത്തായിട്ട് അല്ലാഹു തആലക്ക് ഉള്ളൂ. അതിനെ തുടർന്ന് വരുന്ന മാനവിയായിരിക്കുന്ന 7 സിഫത്തുകൾ ഹഖീഖിയായ സിഫത്തുകളല്ല, മാനിയായ സിഫത്തുകൾക്ക് ലാസിമാവുന്ന സിഫത്തുകളാവുന്നു. എന്നാ പിന്നെ അതിന്റെ ഇടക്ക് വേറൊന്നുണ്ടോ? വുജൂദിന്റെയും അദമിന്റെയും ഇടയിൽ ഹാല് എന്ന് പറഞ്ഞിട്ട് വേറൊന്നുണ്ടോ? അതും ഇമാം അശ്ശരി തങ്ങളും ഹഖീഖീങ്ങളും പറയുന്നത് അന്നൽ ഹഖ്ക ലാ ഹാല, ഇത് രണ്ടിന്റെ ഇടയിൽ വുജൂദ് മഹദിന്റെയും അദമ മഹദിന്റെയും ഇടയിലുള്ള ഹാല് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ടെങ്കിൽ മാനവിയായ സിഫത്തും വരും. അങ്ങനെയൊന്നും ഇല്ലാന്നോ? അപ്പൊ ഹാല് എന്ന് പറഞ്ഞ ഉണ്ട് എന്ന് സുബൂത്താക്കുന്ന അശ്അരി മദ്ഹബിൽപ്പെട്ട തന്നെ വലിയൊരു ഭാഗം ഉലമാക്കള് ഹഖീഖിയായ വുജൂദിന്റെയും ഹഖീഖിയായ അദമിന്റെയും ഇടയിൽ ഹാൽ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് എന്ന് സുബൂത്താക്കുമ്പോൾ മാനിയായ സിഫത്തുകൾക്ക് ലാസിമായിട്ട് വരുന്ന ഹാലാവുന്ന 7 സിഫത്തുകളുണ്ട്. അതിനാണ് മാനവി എന്ന് പറയുന്നത്. അപ്പോൾ അടുക്കൽ 20 സിഫത്ത് ഉണ്ടാവും. അപ്പൊ ആ 20ന്റെ വിദ്ധായിട്ടുള്ള വേറെ 20 സിഫത്തും ഉണ്ടാവും. ഇങ്ങനെയാണ് ഇപ്പൊ അതിന്റെ കണക്ക്. അത് തന്നെ 3 ജാതിയായിട്ട് തിരിക്കുക. വാലൈഹി, ഇങ്ങനെ 13 സിഫത്തേ ഉള്ളൂ, ഹാലില്ല എന്ന് വരുമ്പോൾ ഫൽ വുജൂദു, ഒന്നാമത്തെ സിഫത്താവുന്ന വുജൂദ് എന്നത് ഐനു ദാത്തിൽ മൗജൂദ്, ഖാരിജിയായ വുജൂദിലേക്ക് നോക്കുമ്പം ഈ മൗജൂദായ ദാത്ത് തന്നെയാണ് വുജൂദ് എന്നത്. എന്ന് പറഞ്ഞാൽ
ഖാരിജിയായ വുജൂദ് അല്ല മനസ്സിലാക്കണം. ഖാരിജിയായ വുജൂദിൽ വുജൂദ് ഒന്ന് വേറെയും ദാത്തൊന്ന് വേറെയുമില്ല. അതേ സമയത്ത് ദിഹിനിയായ വുജൂദിൽ മനസ്സിലാക്കുക, ദിഹിനിയായ വുജൂദിൽ ദാത്ത് വേറെയും വുജൂദ് വേറെയും തസവ്വുറാക്കാൻ കഴിയും. അപ്പൊ വുജൂദ് എന്നത് ദാത്തിനേക്കാൾ സായിദയായ സിഫ്താണെന്ന് പറഞ്ഞാൽ ദിഹിനിയായ വുജൂദിൽ ദാത്തിന് സ്വന്തം തസവ്വുറാക്കാൻ കഴിയും, വുജൂദിന് സ്വന്തം തസവ്വുറാക്കാൻ കഴിയും. പക്ഷേ ഖാരിജിയായ വുജൂദിൽ വുജൂദ് വേറെ ദാത്ത് വേറെ ഇങ്ങനെ രണ്ടില്ല. അപ്പോ അതുകൊണ്ട് വുജൂദ് എന്ന സിഫ്ത്ത് നഫ്സിയായ സിഫ്ത്ത് എന്നാ പറയാം. എന്നാൽ അള്ളാഹുവിന്റെ ദാത്തിനേക്കാൾ സായിദയായ ഒരു മാനന്റെ മേൽ അറിയിക്കാത്തത് കൊണ്ട് നഫ്സിയായ സിഫ്ത്ത് എന്ന് പറയും വുജൂദിന്. അതാണ് ഫൽവുജൂദു അയിന ദാത്തിൽ മൗജൂദ് ലൈസ ബിസിഫത്തിൻ സായിദത്തിൻ അലിഹ. ഇത് നഫ്സു ദാത്തിനേക്കാൾ അയിനു ദാത്തിനേക്കാൾ സായിദയായ ഒരു സിഫ്ത്ത് അല്ല വുജൂദ് എന്ന്. അങ്ങനെ വരുമ്പോ ഫി അദ്ദിഹി ഈ വുജൂദിനെ എണ്ണിയതിലുണ്ട് മിന സിഫാത്തി ദാത്തെല്ലാവരും സിഫ്ത്തിന്റെ കൂട്ടത്തിൽ എണ്ണിയതിലുണ്ട് തസാമുഹുൻ തഹഖീഖല്ല ഒരു മുസാമഹത്തിന്റെ ഇബാറത്താണ്. എങ്ങനെ ബിഇഅ്തിബാരി അന്ന ദാത തൂസഫു ബിഹി ഫിൽ ലഫ്ളി ദാത്ത് ദാത്തുൻ മൗജൂദുൻ എന്ന് ദാത്തിനെ മുത്തയാക്കിയിട്ട് മൗജൂദുൻ എന്ന വുജൂദ് കൊണ്ടിട്ട് ഖബർ അറിയിക്കാൻ പറ്റും എന്ന നിലക്ക് നോക്കുമ്പോൾ എന്നല്ല, ഒന്നുകൂടി പറഞ്ഞാല് ഖാരിജിയായ വുജൂദിൽ ഒന്നേ ഉള്ളൂ എങ്കിലും ദിഹിനിയായ വുജൂദിൽ ഒന്നിനെ മുത്തി ഒന്നിനെ ഖബറും ആക്കി കൊണ്ടുവരാൻ പറ്റും. അപ്പം അയിനുദാത്തല്ലല്ലോ ഖബർ, മുത്താന്റെ അയിനുദാത്ത് ഖബറാവോ? സെയ്താവുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ മാനാവോ? അപ്പൊ ദാത്തിനേക്കാൾ സായിദയായ ഒരു മാന വുജൂദിനുണ്ടോ ഇവിടെ ദിഹിനിയായ വുജൂദിൽ? എന്നാ ഇല്ല ഖാരിജിയായ വുജൂദിൽ. അതായത് ദാത്തുല്ലാഹി മൗജൂദുൻ എന്ന് മുബ്തൻ ഖബറുമാക്കി പറയാൻ പറ്റും. അപ്പം മുബ്താന്റെ അയിനല്ലല്ലോ ഖബർ. അപ്പോ ഈ ദാത്തിന് സിഫ്ത്ത് പറയപ്പെടുകയാണ് മൗജൂദത്ത് എന്ന്. അപ്പോ ദാത്തിൽ ഖായിമാവുന്ന സിഫ്ത്താണെന്ന് വേണമെങ്കിൽ പറയാം. ഫല്യതഅമ്മൽ. എന്നാൽ തർക്കം എവിടുന്നാന്ന് വെച്ചാല് വുജൂദ് രണ്ടുണ്ട് എന്ന് വെക്കുകയും ഖാരിജിയായ വുജൂദിൽ വുജൂദും ദാത്തും രണ്ടല്ല എന്നും, എന്നാൽ ദിഹിനിന്റെ എത്തിബാറിൽ ദിഹിനിയായ വുജൂദിന്റെ എത്തിബാറിൽ ദാത്ത് വേറെയും വുജൂദ് വേറെയും ഉണ്ട് എന്നുള്ളതിൽക്കാണ് സിഫ്ത്തായിട്ട് എണ്ണുന്നത്. അപ്പൊ കൗനി വുജൂദിഹി വാജിബൻ അല്ലാഹു തആലാന്റെ വുജൂദ് വാജിബാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അന്നഹു ലാ യഖ്ബലുൽ ഇൻതിഫാഅ, ഈ വുജൂദിന്റെ ഇന്തിഫാ വുജൂദ് ഇല്ലാതിരിക്കലിനെ കബൂൽ ചെയ്യൂല അസ്ലൻ വഅബദൻ എന്നെന്നും. നല്ല തുടക്കമോ ഒടുക്കമോ ഇല്ലാത്ത എന്നെന്നും വുജൂദ് ലാസിമാക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അദ്മുഹു വുജൂദില്ലാതെ അദ്മ് അഖലിൽ തസവ്വുറാക്കാൻ കഴിയൂല. ലിമാ മറ ഫീ താരീഫിൽ വാജിബി. വാജിബ് മുസ്തഹീൽ ജായിസ് എന്നതിന് അഖലിയായ വാജിബിന് അർത്ഥം പറഞ്ഞല്ലോ. അഖലിൽ അതിന്റെ അദ്മ് സഹിയാകാത്തതിനാണ് വാജിബ് എന്നും, അഖലിൽ അദ്മ് വുജൂദ് സഹിയാകാത്തതിനാണ് മുംകിന് അല്ല മുഹാലി എന്നും, വുജൂദും അദ്മും ജായിസ് ആവുന്നതിനാണ് ജായിസ് എന്നും മാന പറഞ്ഞുകൊടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് അല്ലാഹു തആലാക്ക് വുജൂദ് വാജിബാണെന്ന് പറഞ്ഞാൽ ഇല്ലായ്മ എന്ന ഒന്ന് തസവ്വുറാക്കാൻ അഖലിന് സാധ്യമല്ല. അള്ളാഹുവിനെ എപ്പോൾ തസവ്വുറാവുന്നുണ്ടോ അത് അപ്പോഴൊക്കെ അല്ലാഹു തആലാക്ക് വുജൂബ് വാജിബാണ്. അസലൻ അബദൻ വുജൂദിന് അദ്മ് മുസ്തഹീലാണ്. ചുരുക്കി അതിന്റെ തെളിവ് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ തെളിവ് പിന്നീട്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.